ഹായ് ഗൈസ്. നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ, നമ്മൾ കടന്നു പോകുന്ന ഒരു ബാഡ് സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ, നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ, ആ റിലേഷൻഷിപ്പ് തുടർന്നു പോകുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാനിത് പറയാൻ കാരണം, ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ഇതുപോലൊരു ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷൻ വളരെ റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. നെല്ലിക്കാംപോയിലെ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയിൽ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ചെയ്ത ഒരു ക്യാരക്ടറാണ് ധന്യ. ധന്യ ഇത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ധന്യയുടെ പാർട്ട്ണറായിട്ടുള്ള ശ്യാമിൽ നിന്നും ഇമോഷണലി ഒരു സപ്പോർട്ട്, ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു എമ്പതി ഒന്നും ധന്യയ്ക്ക് കിട്ടാതെ വരുമ്പോൾ ധന്യ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്ത് പോകാനെടുത്ത ഡിസിഷൻ വളരെ ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ധന്യ തൻ്റെ വീട്ടിൽ വെച്ചിട്ട് മൃഗീയമായി റേപ്പ് ചെയ്യപ്പെടുന്നു. ഈ ഒരു സംഭവം അവളുടെ ആത്മാവിനെ തന്നെ തളർത്തി കളയുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം അവളുടെ ലൈഫ് വളരെ അപ്സെറ്റ് ആകുന്നതും അവളൊരു ട്രോമയിലൂടെ കടന്നു പോകുന്നതുമാണ് നമ്മൾ കാണുന്നത്. ധന്യ താൻ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തൻ്റെ പാർട്ട്ണറായിട്ടുള്ള ശ്യാമിനോട് പറയുന്നുണ്ട്. പക്ഷെ ധന്യ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തൻ്റെ പാർട്ട്ണറിൽ നിന്നും ധന്യയ്ക്ക് ലഭിക്കുന്നില്ല. താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെ അതിൻ്റെ സീരിയസ്നെസ്സിൽ, അതിൻ്റെ പെയിൻ ഉൾക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് തൻ്റെ പാർട്ട്ണർക്ക് പറ്റുന്നില്ല എന്ന് ധന്യയ്ക്ക് മനസ്സിലാവുന്നു. തൻ്റെ ലൈഫിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തൻ്റെ പാർട്ട്ണർക്ക് തനിക്ക് വേണ്ട സപ്പോർട്ട് നൽകി തൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനിയും ഈ റിലേഷൻഷിപ്പ് തുടർന്നു പോകേണ്ടതില്ല എന്ന തീരുമാനമാണ് ധന്യ എടുക്കുന്നത്. അതൊരു റൈറ്റ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. ഈവൻ ദോ ധന്യയുടെ കൂടെ എപ്പോഴും ധന്യയുടെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും ഇയാൾ ഇമോഷണലി അൺഅവൈലബിൾ ആണ്. അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ധന്യ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവൾക്ക് താൻ ഒറ്റയ്ക്കാണ്, തനിക്കാരും സപ്പോർട്ടില്ല എന്നൊരു ഫീലിലേക്കാണ് എത്തുന്നത്. കാരണം തൻ്റെ പാർട്ട്ണറോട് എമ്പതി ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ, അയാളുടെ സന്തോഷത്തിൽ അയാളുടെ കൂടെ ഉണ്ടാകുന്നത് പോലെ തന്നെ അയാളുടെ വിഷമഘട്ടത്തിൽ അയാളുടെ കൂടെ ഉണ്ടായി അയാൾക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ റിലേഷൻഷിപ്പ് തുടർന്നു പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് ഇവഞ്ച്വലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ. സോ നിങ്ങളുടെ പാർട്ട്ണർ കടന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അവരോട് എമ്പതി ഫീൽ ചെയ്യണം. ആ ഒരു വിഷമഘട്ടത്തിലും അവരുടെ കൂടെ ഞാനുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാനായിട്ടും അത് മനസ്സിലാക്കി കൂടെ നിൽക്കാനായിട്ടും നിങ്ങൾക്ക് പറ്റണം. ഇതൊന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവഞ്ച്വലി യു വിൽ എൻഡ് അപ്പ് ഇൻ എ ബ്രേക്കപ്പ്. ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാത്ത, എമ്പതി ഫീൽ ചെയ്യാത്ത റിലേഷൻഷിപ്പ് ഒരുപാട് ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ if you are in a relationship like that, try to improve it or let it break up.